കർണാടക കാർവാറിൽ ഗംഗാവലി പുഴയുടെ അഴിമുഖത്തിന് സമീപത്തുള്ള പാലത്തിൽ നിന്ന് അപകടകരമായ രീതിയിൽ ഫോട്ടോയെടുക്കാൻ ശ്രമം. കൈക്കുഞ്ഞുമായാണ് അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിൽ ഫോട്ടോയെടുക്കാൻ ശ്രമമുണ്ടായത്. സ്മാർട്ട് CCTVയിലൂടെ പോലീസ് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ മുഹമ്മദ് റഹീസാണ് ചേരുന്നത്. മുഹമ്മദ് റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ കാർവാറിലെ ഗംഗാവലി പുഴയിൽ അതിനെ കൈവരിയോട് ചേർന്ന് അത്തരത്തിൽ ആ അഴിമുഖത്തിന് സമീപം പാലത്ത് നിന്നാണ് ഇവർ ചിത്രമെടുക്കാൻ ശ്രമിച്ചത്. ഒരു കുഞ്ഞും അച്ഛനും അമ്മയും കൂടിയാണ് അവിടേക്ക് വന്നത്. ശേഷം ഇവർ ചിത്രമെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവിടെ സ്മാർട്ട് CCTVയുടെ അപായ സൈറൺ മുഴങ്ങുന്നത്. ആ സൈറൺ മുഴങ്ങിയതോടുകൂടി ഇവർ അത് ശബ്ദം കേട്ട് പേടിച്ച് അവിടെ നിന്ന് മാറുകയായിരുന്നു. ഒരു വലിയ അപകടമാണ് ഇവിടെ നിന്ന് ഒഴിവായത്. കാരണം ഈ പ്രദേശത്ത് കനത്ത കാറ്റാണ്. ഈ കാറ്റ് കാരണം ആരും പാലത്തിലേക്ക് കയറരുതെന്നും അനാവശ്യമായി അവിടെ നിൽക്കരുതെന്നുമുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഗൗനിക്കാതെയാണ് കാറിലെത്തിയ ഒരു സംഘം. ഇവർ നാട് കാണാനെത്തിയതാണ്, വിനോദസഞ്ചാര രീതിയിൽ അവിടേക്ക് എത്തിയതാണ് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവർ കാറിൽ അവിടേക്ക് എത്തുന്നു. ശേഷം കുഞ്ഞുമായി നടന്ന് ഇത്തരത്തിൽ ഈ ഒരു പാലത്തിലേക്ക് വരുന്നു. പിന്നെ പാലത്തിൻ്റെ ആ ഒരു കൈവരിയിൽ കുട്ടിയെ നിർത്തിക്കൊണ്ട് ചിത്രമെടുക്കാനൊക്കെയാണ് ഇവർ ശ്രമിച്ചത്. അങ്ങനെ എന്തായാലും ഒരു 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ അപായ സൈറൺ മുഴങ്ങി. സ്മാർട്ട് CCTV ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം അതിനുണ്ട്. അങ്ങനെ അപായ സൈറൺ മുഴങ്ങുകയും അത് കേട്ട് പേടിച്ച് ഇവർ ആ മുന്നറിയിപ്പ് കേട്ട് പേടിച്ച് അവിടെ നിന്ന് മാറുകയുമാണ് ചെയ്തത്. പിന്നീട് ഈ വണ്ടി പോലീസ് കണ്ടെത്തുകയും ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ അപകടമൊന്നും ഉണ്ടായില്ല. കൃത്യസമയത്ത് നമ്മുടെ ടെക്നോളജി കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ഇടപെടൽ ഒരു വലിയ അപകടം ഒഴിവാക്കിയിരിക്കുകയാണ്. ഉന്മേഷ്, ശരി. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയും കാർവാറും ഗംഗാവലി പുഴയുമൊക്കെ നമ്മുടെ വാർത്താ ഓർമ്മയിൽ നിറയുന്ന ഒന്നുകൂടിയാണ്.